ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു നന്ദുസ് ഗാർഡൻ. ഞാൻ നന്ദു. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറയണത് നമ്മുടെ ഒരു ഗപ്പി ബ്രീഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചധികം കുഞ്ഞുങ്ങൾ ഉള്ളത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ ബേസിൻ വൃത്തിയാക്കിയിട്ട് ഇതിൽ പുതിയതായിട്ട് വെള്ളം നിറച്ചിട്ട് നമുക്ക് ആ കുഞ്ഞുങ്ങളെ ഇടാം. എത്ര ബേബീസ് ഉണ്ടെന്ന് ഞാൻ പറയാട്ടോ. ഒരു ദിവസം കാലത്ത് തീറ്റ കൊടുക്കാൻ ചെന്നപ്പോഴാണ് ഗപ്പി ബ്രീഡായ കാര്യം കാണുന്നത്. പക്ഷെ കണ്ടപ്പോ ഇതിൽ ഇത്രയും കുഞ്ഞുങ്ങൾ ഉണ്ടോന്ന് വിചാരിച്ചില്ല കേട്ടോ. ഫസ്റ്റ് ഒരു മെയിലിനെയും ഈ ഫീമെയിലിനെയാണ് വാങ്ങിയത്. ഇതിനെ വാങ്ങിയിട്ട് ഏകദേശം 3-4 മാസം ആയിട്ടുള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ ആ ഫീമെയിൽ ഗപ്പി. അത്യാവശ്യം നല്ല ഹെൽത്തിയും അതേപോലെ തന്നെ നല്ല സൈസുള്ള ഒരു ഫീമെയിൽ ഗപ്പിയാണ് കേട്ടോ ഇത്. പ്രസവം കഴിഞ്ഞതോടെ ഈ കുട്ടികളെയൊക്കെ എടുത്തിട്ട് ഞാൻ വേറൊരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ആ മെയില്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്കാണ് ഇട്ടിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ള ഒരു ഗപ്പിയാണിത്. ഇതിനെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതിപ്പോൾ അവിടെ കിടക്കണ കാരണം കൊണ്ടാണ് ഇങ്ങനെ അതിൻ്റെ ഭംഗി ശരിക്കും അറിയണില്ല. ഇതൊക്കെ മുന്നേ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ. കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഫുഡ്സൊക്കെ പൊടിച്ചാണ് കേട്ടോ കൊടുക്കണത്. ഇതിൻ്റെ ഷോർട്സ് ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഞാൻ റിലേറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ആ വീഡിയോസ്. ആൻഡ് ഇതാണ് കേട്ടോ ആ കുഞ്ഞുങ്ങൾ. ഏകദേശം 125 എണ്ണം ഉണ്ട് കേട്ടോ. പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല, സത്യമായിട്ടോ അതിൽ 125 എണ്ണം ഉണ്ട് കേട്ടോ. ഞാൻ എങ്ങനെ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്തു എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. പിന്നെ ഇതിൽ ഇത്രയും അധികം കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള കാരണം മദർ ഗപ്പി നല്ല ഹെൽത്തിയും അതേപോലെ തന്നെ നല്ല അത്യാവശ്യം സൈസുള്ള കാരണം കൊണ്ടാവും. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ ഇവർക്ക് ഹെൽത്തി ഫുഡ്സ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം അല്ലെങ്കിൽ ഇങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഗപ്പി കുട്ടികളെ ഞാൻ കൗണ്ട് ചെയ്തത്. അല്ലാതെ നമ്മൾ കൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ഇങ്ങനെ കുറച്ച് ഞാൻ എടുത്ത് അതിനെ എണ്ണിയിട്ടാണ് ആ ബേസിനിലേക്ക് ഇട്ടത് കേട്ടോ. ഇവിടേക്ക് ഈ ഗപ്പിനെ വാങ്ങിയിട്ട് ഓൾറെഡി ഇതിൻ്റെ 2 പ്രസവം മുന്നേ കഴിഞ്ഞു കേട്ടോ. അതിൽ ആദ്യത്തെ പ്രസവത്തിൽ 50 കുഞ്ഞുങ്ങളോ മറ്റോ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രസവത്തിൽ 70 or 75 സംതിങ്. ആൻഡ് ഇത് 3ാമത്തെയാണ് കേട്ടോ. ഈ 125 ഉള്ളത് പുതിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എൻ്റെ അടുത്ത് ഇതിൽ ഇടാനുള്ള വാട്ടർ പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ 2-3 കഷ്ണം മണി പ്ലാന്റ്സ് ആണ് ഇട്ടിരിക്കണത്. ഇനി ഇവർ കുറച്ച് വലുതായിട്ട് വേണം മറ്റവരുടെ കൂടെ ഇവരെ ഇടാൻ. എനിക്ക് മുന്നേ ഗപ്പിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇതിനെങ്ങനെ കെയർ ചെയ്യണം, എന്ത് തരത്തിലുള്ള ഫുഡ്സാണ് ഇതിന് കൊടുക്കേണ്ടത് ഒന്നും അറിയില്ല. ഇത് ഞാൻ വാങ്ങാനുള്ള ഒരു കാരണമുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ വാട്ടർ ലില്ലീസ് ഉണ്ട്. വാട്ടർ ലില്ലീസ് നമ്മൾ പുറത്താണ് വെച്ചിരിക്കുന്നത്, വെയിലത്ത്. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ ആൽഗെ വളരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഈ ആൽഗേനെ എങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ ഈ ആൽഗ എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഗപ്പി ഫിഷിനെയോ അല്ലെങ്കിൽ മോളി അങ്ങനത്തെ ഫിഷുകളെയൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വളർത്താം. അപ്പോൾ ആൽഗയൊക്കെ ഒരു പരിധി വരെ ഇല്ലാണ്ടാവും എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെയാണ് ഞാൻ ഇതിനെ വാങ്ങിയത്. ഇപ്പം ഞാൻ ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ അറിയിക്കാം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.